തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠനത്തിൻ്റെ ഭാഗമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ, അവിടെ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു അവിടെ പുറപ്പെട്ട് കടലിനരികെ ഇരുന്നപ്പോൾ 2-ാം വാക്യം പറയുന്നത് 13:2, വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുകയുണ്ട്. അവൻ പടയിൽ കയറിയിരുന്നു, പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേര് ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളുമുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ എൻ്റെ ശ്രോതാക്കൾ ദയവായി തിരുവചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കൂ. ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാകായതുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ജനം കേൾക്കെയാണ് കർത്താവ് വിശദീകരണങ്ങൾ നൽകുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു വിശദീകരണത്തെക്കാൾ യേശുക്രിസ്തു തൻ്റെ തിരുവചനം കൊണ്ട് അരുളി ചെയ്ത അതിൻ്റെ വ്യക്തവും സ്പഷ്ടവുമായ വിശദീകരണം വളരെ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ഈ ഉപമയുടെ പൊരുൾ കർത്താവ് എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തണമേ ഇതിനെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം കേൾക്കുന്നവരും വായിക്കുന്നവരുമാണ് നമ്മളെങ്കിലും ഈ 4 അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലാണോ അല്ലയോ എന്ന് ആത്മശോധന ചെയ്ത് തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തണമെന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം വിനയത്തോടെ വീണ്ടും ആവർത്തിക്കട്ടെ. കർത്താവ് തന്നെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ കാണാമല്ലോ. ആ ഭാഗങ്ങൾ ദൈവജനം വ്യക്തമായി വായിച്ച് പലവട്ടം വായിച്ച് അവനവൻ്റെ ജീവിതാനുഭവങ്ങളുമായി ശോധന ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. തുടർന്ന് അതിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് മറ്റൊരു ഉപമ പറയുന്നുണ്ട്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പനിയിടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനേ, വയലിൽ നല്ല വിത്തല്ലേയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കളയുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകെട്ടായി കെട്ടുവാനും ഗോതമ്പൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഈ ഉപമ യേശുക്രിസ്തു പറഞ്ഞത് ജനം കേൾക്കെ, ശിഷ്യന്മാരും കേൾക്കെയാണല്ലോ പറഞ്ഞത്. താഴെ 2 ഉപമകൾ കൂടി യേശുക്രിസ്തു പരസ്യമായിട്ട് പറഞ്ഞ ശേഷം, അവരെ ജനത്തെ പറഞ്ഞയച്ച ശേഷം നമ്മൾ 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരയണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും.
അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. വിത്തിൻ്റെ ഉപമ കേട്ടെങ്കിലും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് യേശുക്രിസ്തുവിനോട് അതിലെ പൊരുൾ തിരിച്ചു തരുവാൻ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തു വ്യക്തമായി അതിനെ വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗമാണല്ലോ നാം ഇപ്പോൾ കേട്ടത്. വാത്സല്യ ശ്രോതാക്കളെ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ വലിയ ഒരു രഹസ്യം ആണിത്. ഇന്ന് പലപ്പോഴും ഈ കളയും ഗോതമ്പും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഗോതമ്പിനെ പോലെ തന്നെ കാണുന്ന കളകൾ ധാരാളമുണ്ട്. അത് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വഴി മാത്രമേ നമുക്ക് സാധിക്കൂ. ഒത്തിരി കഥകളും കെട്ടുകഥകളും അസത്യങ്ങളുമൊക്കെ പല നിലവാരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ജനത്തെ പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് സത്യം ഗ്രഹിക്കാൻ ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഓരോ വാക്കും ശാന്തമായി ചിന്തിച്ചും ധ്യാനിച്ചും പരിശുദ്ധാത്മ സഹായത്തോടെ തന്നെ ഗ്രഹിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്ത ഉൾക്കൊള്ളണം എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ നല്ല ആത്മീയനാണ് എന്ന് തോന്നുന്ന വ്യക്തികൾ പറഞ്ഞാലും അവർ പറഞ്ഞത് അപ്പാടി വിഴുങ്ങാതെ അത് തിരുവചനവുമായി താരതമ്യം ചെയ്ത് തിരുവചനത്തിൽ അതിനെ ശോധന ചെയ്ത് പരിശുദ്ധാത്മ സഹായത്തോടെ കാര്യങ്ങളെ വിവേചിച്ച ശേഷമേ യാഥാർത്ഥ്യം അംഗീകരിക്കാവൂ എന്ന് കൃത്യമായി ഓർപ്പിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഇവിടെ യജമാനൻ പറയുന്ന ഭാഗം നോക്കൂ, കള പറിച്ച് കളയരുത് ചോദിച്ചപ്പം ഇല്ല, കൊയ്ത്തോളം നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോകാവസാനം വരെ ഇത് ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് അവസാന നിമിഷത്തിലാണ് നമുക്ക് അബദ്ധം പറ്റിയത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ തിരുവചനത്തിൻ്റെ ഭാഗങ്ങളും അന്തസത്തുകളും നാം ശ്രദ്ധിക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിനകത്ത് പലപ്പോഴും ഈ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യത വളരെയുണ്ട്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. 6-ാം വാക്യത്തിൽ അതിൻ്റെ 5-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ സൂക്ഷിച്ച മാവിന് നമുക്കത് താഴെ പുളിച്ച മാവിനെ പറ്റിയുള്ളൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്പം ഗൗരവമായി ചിന്തിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളുണ്ട്. പുളിച്ച മാവ് ധാരാളം ഇപ്പോഴും ഉണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് നാം അതിൽ ഒഴിഞ്ഞു മാറുവാൻ പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആദ്യത്തെ 4 ഉപമകൾ പറയുന്നത് ജനത്തോടും ശിഷ്യന്മാരോടും ചേർന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഒരു 3 ഉപമകൾ ശിഷ്യന്മാരോട് മാത്രമായിട്ട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലെ 2 ഉപമകൾ നാം ശ്രദ്ധിച്ചുവല്ലോ. അടുത്ത ഉപമ നമുക്ക് കേൾക്കാം. അതിൻ്റെ 31-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ: മറ്റൊരു ഉപമ അവൻ പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അത് നമ്മൾ അല്പം ചിന്തിക്കേണ്ട വിഷയമാണ്. കടുകുമണി നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും അത് വളർന്ന് വലിയ ഒരു മരമായി തീർന്ന് അതിനെന്ത് ഗുണമുണ്ട്? അവിടെ കർത്താവ് തന്നെ പറയുന്ന ആ ഉപമയിൽ പറയുന്ന ഭാഗം നോക്കൂ: ആകാശത്തിലെ പറവകൾ വന്നതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അനേക മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ സങ്കേതമായി തീർന്നു, തണലായി തീർന്നു എന്നതുപോലെ. അതായത് ഈ സ്വർഗരാജ്യത്തിൻ്റെ ആ വിശദീകരണം കർത്താവ് പറയുന്നത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം എന്നുള്ള അർത്ഥമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ പല നിലവാരത്തിൽ കണ്ടെന്ന് വരാം. ഞാനതിലേക്ക് കടക്കുന്നില്ല. ആശയം സിമ്പിളായതുകൊണ്ട് മറ്റു വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
അടുത്തതിന് 33 വാക്യത്തിൽ അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കുകയും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഈ വാക്യം നമുക്കറിയാം. സങ്കീർത്തനം 78 2 വാക്യത്തിൽ നിന്ന് കൊട്ടേഷനായിട്ടാണ് യേശു ക്രിസ്തു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും 78 സങ്കീർത്തനം 2 വാക്യം ഇത് തന്നെയാണ്. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ഭാഗം നോക്കൂ. അപ്പോൾ ഇന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. അത് ഒരു വശം കിടക്കട്ടെ, അത് നമുക്ക് വിഷയമാകേണ്ട കാര്യമില്ല. ഇവിടെ പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പോൾ നമുക്കറിയാമല്ലോ, പുളിപ്പിന് ഉപയോഗിക്കുന്നത് അല്പം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. പക്ഷെ 3 പറ മാവ് പുളിച്ചു വരുവാൻ ചെറിയൊരു അംശം പുളിപ്പ് കൊണ്ട് സാധിച്ചു എന്നതാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ചെറിയ ജീവിതാനുഭവങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വഴിയായി അനേകരെ സത്യത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളും വാക്കുകളും ആകും എന്നൊരർത്ഥം അതിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിന് കൂടുതൽ വിശദീകരണം തരാൻ എനിക്കും അതിനെപ്പറ്റി വലിയ പാണ്ഡിത്യമില്ല, അറിവുമില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനാവില്ല. ഞാൻ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. പുളിച്ച മാവിനെ സൂക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ 16 അധ്യായത്തിന് 6 വാക്യം ഞാനല്പം വായിച്ചല്ലോ. ഒന്നുകൂടി ഒന്ന് വായിക്കട്ടെ. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സദൂക്യരെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സദൂക്യരും പരീശന്മാരും ഒക്കെ വലിയ പുള്ളികളാണ്. അവരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവജനത്തിന് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ ഒരു വിശദീകരണവും പറയേണ്ട ആവശ്യമില്ലല്ലോ ദൈവമക്കളെ. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ അതിൻ്റെ 8 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ. 8 അധ്യായത്തിൻ്റെ 15 വാക്യം, അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് സദൂക്യരുടെയും പരീശന്മാരുടെയും എന്നാണ് പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ അവൻ പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ പ്രമാണിമാരാണെന്ന് ഭാവിക്കുന്ന പലരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. മനസ്സിലെ ശ്രോതാക്കളെ, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഓണം ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. ഓണം ആഘോഷിക്കുന്നത് ഒരു സന്തോഷം, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ തെറ്റില്ല എന്ന് പ്രമാണിമാർ പഠിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. ഒരു ദേശീയ ഉത്സവം അല്ലെങ്കിൽ ഒരു പ്രാദേശിക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജനവും ഒന്നാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഒന്നിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവമാണ് ഓണം എന്നതുകൊണ്ട് അത് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന നാടുകൾ കണ്ടേക്കാം. എന്നാൽ അബ്രഹാം പിതാവിനെ ദൈവം പറയുന്ന അനുഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും പിതൃദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവിനെന്ന് പറഞ്ഞ് വേർപാടിൻ്റെ ആദ്യ പാഠം അബ്രഹാം പിതാവിനെ പഠിപ്പിച്ച ആ ദൈവം വേർപാടിനെ എന്തുമാത്രം പ്രസക്തി കൊടുക്കുന്നു എന്ന് ന്യായമായി ചിന്തിച്ചു നോക്കൂ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല ദൈവമക്കളുടെ ശീലം. അത് ദൈവമക്കൾക്ക് യോഗ്യവുമല്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, ബാലന്മാർ രാജകൊട്ടാരത്തിൽ രാജകീയ സൗകര്യങ്ങൾ ഉള്ള സമയത്ത് ഭക്ഷണം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ലെന്ന് തീരുമാനിച്ച് ശാഖപദാർത്ഥങ്ങൾ ഭക്ഷിച്ച് ജീവിച്ച സംഭവം, അതിൻ്റെ അനന്തരഫലം അവരുടെ ജീവിതത്തിൽ കണ്ട കാര്യമൊക്കെ നമ്മുടെ ദൈവജനത്തിന് അറിയാമല്ലോ. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേർപെട്ട ദൈവമക്കൾ വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്.
ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇത് ദൈവേഷ്ടമാണോ എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മശോധന ചെയ്ത് പരിശോധിച്ച് ദൈവഹിതപ്രകാരമാണെന്ന് ബോധ്യമാണെങ്കിൽ ഇടപെടുന്നതിൽ തെറ്റില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മനഃപൂർവ്വം ഒഴിവാക്കി നിൽക്കണം എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവ് പറഞ്ഞ പുളിപ്പിച്ച മാവിൻ്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 3 പറ മാവിനെ പുളിപ്പിക്കാൻ അല്പം മാവ് മതി. അത് മൊത്തം പുളിപ്പിക്കാൻ അല്പം മാവ് കൊണ്ട് മാവ് ചേർത്ത് കുത്തിവെച്ചാൽ അതെല്ലാം പുളിച്ചു വരും എന്നതുപോലെ നമ്മുടെ അല്പം വിഷം ഭക്ഷണത്തെ മുഴുവൻ വിഷലിപ്തമാക്കുന്നത് പോലെ മാലിന്യമുള്ളത് ശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നത് പോലെ ദൈവജനമേ, ചെറുതെന്നും നിസാരമെന്നും കരുതി വിശുദ്ധിക്ക് ചേരാത്ത എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധയോടെ കരുതി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ചിന്തിച്ചും ഇടപെടണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനം അതിൻ്റെ പവിത്രതയും അതിൻ്റെ ഗൗരവവും വ്യക്തമായി മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. നമ്മൾ വിളിച്ച വിളിക്ക് യോഗ്യമായ നിലയിൽ തന്നെ ഫലം കായ്ക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മോശയെ നിയോഗിച്ചയക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമല്ലോ, ആ മിസ്രൈമിൽ വെച്ച് തന്നെ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളായവരെ നിഗ്രഹിച്ചിട്ട് അവിടെ അങ്ങ് പാർപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ദൈവം അവിടെ നിന്ന് അവർക്കൊരു പുറപ്പാട് കൊടുത്തു. ദൈവം ശക്തമായി മറ്റ് രാജ്യങ്ങൾ കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ജാതികളുമായിട്ട് കലരരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്ത ഭാഗം തിരുവചനത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ജാതികളുടെ ആചാരാനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങളോ രീതികളോ ദൈവമക്കൾ അവലംബിച്ചുകൂടാ. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ തിരുവുച്ചരിവ് നമ്മെ ഭരിക്കട്ടെ. മറ്റുള്ളവരുടെ പ്രീതി പറ്റാൻ വേണ്ടി എന്തിലും കൂട്ടായ്മ കാണിച്ച് നടക്കുന്ന രീതി ദൈവമക്കൾക്ക് യോഗ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന ദൈവമക്കൾ തികഞ്ഞ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും അനുഭവത്തിൽ ജാഗ്രതയുള്ളവരായിരുന്നേ പറ്റൂ. അതാണ് ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും പുറ ന്യായീകരണങ്ങൾ കണ്ടെത്തി നമ്മുടെ ഇഷ്ടത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പൈശാചികം തന്നെയാണ്. അതുകൊണ്ട് വേർപാടിൻ്റെ അനുഭവത്തിൽ വളരെ കർശനവും ശക്തവുമായ നിലപാട് സ്വീകരിക്കുവാൻ ദൈവജനം മനഃപൂർവ്വമായി ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. തുടർന്ന് നമുക്ക് മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അടുത്ത വാക്യം ഏതാണ്ട് സമാനമാണ്. നമുക്ക് വായിക്കാം 45-46. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇവിടെ ഈ 2 ഉപമകളിലും നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഒരു നിധി കണ്ടെത്തിയപ്പോൾ വിലപ്പെട്ട ഒരു നിധി ഒളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ താൻ തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങുകയാണ്. അതുപോലെ തന്നെ ഇതാ മുത്തന്വേഷിക്കുന്ന വ്യാപാരി വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ മുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. എൻ്റെ അർത്ഥം, നിത്യത എന്ന വിഷയം നിസ്സാര വിഷയമല്ല, ഏറ്റവും വലിയ നിധിയാണ്. നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്നതിനേക്കാൾ യേശു കർത്താവ് പറഞ്ഞ വാക്യം നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വിലയേറിയതാണ് എന്ന് അസന്നിഗ്ധമായി തെളിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നിത്യത ഒരുക്കേണ്ടതിന് നാം എന്ത് വില കൊടുത്താലും നഷ്ടമല്ല എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ലോകപ്രകാരമുള്ള പല സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചാണെങ്കിലും ഏത് വിധേനയും നിത്യത ഉറപ്പാക്കുവാനുള്ള
കർത്താവിൻ്റെ ആഹ്വാനം ഈ രണ്ട് ഉപമകളിലൂടെ വ്യക്തമാണ്. സ്വർഗരാജ്യം എന്നുള്ളത് അത്ര വിലപ്പെട്ട ഘനമേറിയ വലിയ നിധിയാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, തുടർന്ന് നമുക്ക് 47-ാം വാക്യത്തിൽ കാണുന്നത്, പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതിലും വളരെ കൃത്യമായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ ഉപമയിൽ മനോഹരമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകാവസാനത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നത് ഇപ്പോൾ നാമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ നിത്യതയെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ആഴത്തിൽ പഠിച്ച് അതേത് വിധേനയും കൈക്കലാക്കുവാൻ, അധ്വാനം ചെയ്യുവാൻ ശ്രോതാക്കളെ വിനയപൂർവ്വം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിനെ ചോദിക്കുന്നതെല്ലാം ഗ്രഹിച്ചുവോ എന്നിങ്ങനെ അവർ പറഞ്ഞു പോകാമെന്നും പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ശിക്ഷനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ദൈവജനമേ, ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്ന അല്ലെങ്കിൽ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവൻ. ഇവിടെ എനിക്ക് ബോധ്യമായ ഒരു കാര്യം ഇതാണ്: പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ വിലപ്പെട്ടതാണ്. പുതിയ നിയമ വിശ്വാസികൾക്ക് പഴയ നിയമം ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന വിവരക്കേട് വചന വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഒരുതരം പൈശാചിക തന്ത്രവുമാണ്. കാരണം പഴയ നിയമം വളരെ വിലപ്പെട്ടതാണ്. യേശുക്രിസ്തു പോലും നിത്യജീവൻ അവകാശമാക്കുവാൻ പഴയ നിയമത്തിൽ നിന്നുള്ള 10 കൽപ്പനകളെയാണ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും നമുക്ക് നോക്കൂ, പഴയതും പുതിയതും രണ്ടും ഒരുപോലെ ബാധകമാണ്. രണ്ടും എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിക്ക് തുല്യനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ പഴയ നിയമത്തെ അവഗണിക്കുന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ചിട്ട് പഴയ നിയമത്തിൽ ബലി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് ബാധകമല്ലെന്നുള്ളത് സത്യമാണ്. ഉദാഹരണം, പരിച്ഛേദനയെ പറ്റി നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തികളിൽ തർക്കം വന്നപ്പോൾ അവർ എല്ലാവരും കൂടി യെരൂശലേമിൽ സമ്മേളിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് എന്തുവാ? പരിച്ഛേദന നിർബന്ധമില്ല, ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ചില മറ്റു വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ 4 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞല്ലോ. ശ്വാസം മുട്ടിച്ചത്തതിനെ, പരസംഗത്തെ, വിഗ്രഹാർപ്പിതത്തെ, പിന്നെ ഒരു കാര്യം കൂടി, 4 കാര്യങ്ങൾ, അങ്ങനെ 4 കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ അനുശാസനമല്ലേ അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി അക്കാര്യത്തിൽ നിഷ്കർഷ പാലിക്കണമെന്ന് അക്കാലത്തെ സഭാപണ്ഡിതന്മാർ ഒരുപോലെ അഭിപ്രായപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൊണ്ട് പഴയ നിയമം വേണ്ടെന്ന് പറയുന്നത് ഒരിക്കലും യുക്തിയാർന്നത് തന്നെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കും വിരുദ്ധം തന്നെയാണ്. അതേസമയം നമുക്ക് ഇനിയിപ്പോൾ ഈ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ ബലിയർപ്പണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞ് 10 കൽപ്പന, ദൈവം അഗ്നിയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച 10 കൽപ്പന, അതിനകത്ത് ഒരു മാറ്റവുമില്ല. ആ 10 കൽപ്പനയും കർത്താവായ യേശുക്രിസ്തു വിശദീകരിച്ചിട്ടുമുണ്ട് പല നിലവാരത്തിൽ. അതെല്ലാം ഗൗരവമായി കണ്ട് പഴയ നിയമത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തീയ ജീവിതത്തിലും പ്രാബല്യത്തിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. തുടർന്ന് കർത്താവ് ഈ പറഞ്ഞ ഉപമകളൊക്കെ പറഞ്ഞ ശേഷം സ്വന്തം നഗരത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള യേശുക്രിസ്തുവിൻ്റെ വാചാലതയും ആ യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനവുമൊക്കെ കണ്ട് ജനം അത്ഭുതപ്പെട്ടു പോയില്ലേ. അവർ പറയുന്നത്, ഈ ജ്ഞാനം, ഈ പ്രവൃത്തികളൊക്കെ ഇവിടെ നിന്ന് ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. പറയുന്നത് കൃത്യമായിട്ടാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വിശദീകരണം പറയുന്നത്. യോസഫിനെ പറ്റി അച്ഛനാണെന്ന് പറയുന്നു, അമ്മയുടെ പേര് മറിയ എന്ന് പറയുന്നു, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ എന്ന് കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് 4 പേരുടെ. ഇത്ര കൃത്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ
ഇളയ സഹോദരന്മാർ ജോസഫിന് മറിയത്തിൽ ജനിച്ച 4 മക്കളുടെ പേര് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടും മറിയ നിത്യകന്യകയെ പഠിപ്പിക്കുന്ന വിവരക്കേട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതൊക്കെ പൈശാചിക തന്ത്രമാണ് എന്ന് അല്പം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് സഹോദരിമാരും പറയല്ലേ നമ്മോടുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയും ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവൻ ഇടറിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തെ പറ്റിയുള്ള കൃത്യമായ ചിത്രമാണ്. ഇതിൽ കവിഞ്ഞ് എന്ത് വിശദീകരണം ആവശ്യമുണ്ട്? മറിയം ഏറ്റവും ചുരുങ്ങിയത് 7 പ്രസവം നടത്തി എന്നുള്ളതിന് വളരെ വ്യക്തവും സ്പഷ്ടമായ തെളിവാണ് ഈ വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് അതിനകത്ത് മറുപടി പറയുന്നത് പോകട്ടെ. അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്നാണ്. ഏതായാലും യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ 4 പേര് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ആവർത്തിച്ചും കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിട്ടും മറിയത്തെ നിത്യകന്യകയായി അവരോധിച്ച് മറിയത്തോട് പ്രാർത്ഥിക്കാൻ വെമ്പൽ കൂട്ടുന്ന ആളുകളുടെ അറിവില്ലായ്മയിൽ സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യുക? ദൈവജനമേ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവവചനത്തെ അതിൻ്റെ തനിമയിൽ ഏറ്റെടുത്ത് സത്യത്തെ പുൽകാം. വ്യാജ ഉപദേശങ്ങളെയും വ്യാജമായ കപടമായ ഭക്തിയുടെ വേഷം കെട്ടുന്ന അഭ്യാസങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുവാൻ ശ്രോതാക്കൾ ആത്മാവിൽ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.